ശബരിമല സുപ്രീം കോടതി വിധി വന്ന സമയത്ത് ഇവിടെ മൊത്തം ഒരു കലാപാന്തരീക്ഷം ഉണ്ടായപ്പോൾ എത്രയെത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം എന്നുള്ള ഗാനം ഉണ്ടാക്കിയിട്ടാണ് ആ ഒരു അവസ്ഥയെ നമ്മൾ എന്താ പറയുക പ്രതിരോധിച്ചത്. ആ പാട്ടുകൊണ്ട് വലിയൊരു പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിഞ്ഞു. പിന്നെ അതിനും മുമ്പ് തന്നെ നമ്മളെ കനയ്യകുമാറിനെ UAPA ചുമത്തി അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ അടച്ചു. അവിടുന്ന് ജാമ്യം നേടി അദ്ദേഹം JNU യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ അതിലൊരു താളവും സംഗീതവും ഉണ്ടായിരുന്നു. അത് കണ്ടെടുത്ത് ഞാൻ കമ്പോസ് ചെയ്ത് ആസാദി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗാനം ഇറക്കി. എനിക്ക് എൻ്റെ യൂട്യൂബിൻ്റെ കമൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മോള് പേടിച്ചു ആ കമൻസ് കണ്ടിട്ട്. വയലൻസ് ആയിട്ടുള്ള കമൻസൊക്കെയാണ് അതിൽ വന്നേക്കണത്. അപ്പോൾ പലതും അവൾ ഡിലീറ്റ് ചെയ്ത് എന്നോട് ചോദിക്കാണ്ട് പേടിച്ചിട്ട്. എനിക്ക് ഈ കാലുഷ്യത്തിൻ്റെ വഴി കൂടെ പോകാൻ താല്പര്യമില്ല സത്യത്തിൽ. ഇപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാനതങ്ങനെ ശ്രദ്ധിക്കാറില്ല. നമുക്ക് സംഗീതം എനിക്കൊരു ആത്മീയ വഴിയും കൂടിയാണ്. ഇപ്പോൾ ആത്മീയത ഒരു നല്ല പൗരനെ ഉണ്ടാക്കിയെടുക്കാൻ എങ്ങനെയൊക്കെ ഉപകരിക്കുമോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ വിചാരിക്കേണ്ടത്. ഒരു സമാധാനമായിട്ട് മനുഷ്യർക്ക് എല്ലാ എന്താ പറയുക അപരത്വവും ഇല്ലാതെ ഈ മണ്ണിൽ ജനിച്ച് വളർന്ന ആളുകൾക്കൊക്കെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റണം.